നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല സ്റ്റോക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ടോറൻറ്റ് പവർ. ഇപ്പോൾ ഇവിടെ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വർഷത്തെ ടൈം ഫ്രെയിം 1.5 വർഷത്തെ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു സൈഡ് വേസ് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു റീജിയൻ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് വീക്കുകൾ മുമ്പ് ക്ലിയർ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത്? ആ ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് വീണ്ടും റീടെസ്റ്റിന് വേണ്ടി വന്നു. അതിനുശേഷം ആ റീടെസ്റ്റിൽ നിന്ന് നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടായി. അതിന് മുകളിൽ നല്ലൊരു വീക്കിലി ക്യാൻഡിൽ അവിടെ സപ്പോർട്ട് റീജിയനിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഇത് ഫസ്റ്റ് പുൾ ബാക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റം കിട്ടുവാണെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് ഡെയിലിയിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കറക്ഷൻ ഉണ്ടായി, ഒരു നല്ല കൺസോൾട്ടേഷൻ. അതിനുശേഷം ഇവിടെ ഡെയിലിയിൽ വീണ്ടും ആ ഒരു റീജിയന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം വീക്കിലിലും ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ഒരു ഡെയിലിയിലെ ക്ലോസിംഗ് വരുവാണെങ്കിൽ എക്സിറ്റ് ആവാം. അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകും. ഈ ഒരു സ്വിങ്ങിന് താഴെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടാർഗറ്റ് നമ്മൾ 1:2 അല്ലെങ്കിൽ 1:3 ഒക്കെ വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ആണ് APR ഇൻഡസ്ട്രീസ്. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ്. ഞാനിവിടെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ വീണ്ടും സപ്പോർട്ട് എടുത്ത് ഇത് അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പോൾ ഇനിയും മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീജിയൻ നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ശേഷം കഴിഞ്ഞ വീക്കിൽ എന്താണ് സംഭവിച്ചത്? ഈ ഒരു സ്വിങ്ങിന് താഴേക്ക് കുറേ പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകും. ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചവരെ എല്ലാവരെയും അവിടെ നിന്ന് അവർ എക്സിറ്റ് ആക്കി, അവരെല്ലാവരെയും കട്ട് ചെയ്ത് അവരെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റാക്കി വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ പോയി. അപ്പം ഇവിടെ ഇതിന് വീണ്ടും സ്ട്രെങ്ത് ഉണ്ട്. അതായത് മാർക്കറ്റിൻ്റെ ഒരു ട്രിക്കാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പം ഇവിടെ നമുക്ക് ഇത് നല്ലൊരു വീക്ക് താഴെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് ലെവലിൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കൺസോൾട്ടേഷൻ ശേഷം വീണ്ടും മുകളിലേക്ക് പോയി. അപ്പം ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തവരെ ഈ ഒരു സ്വിങ്ങിന് താഴെ ഒരു ട്രെയിലിംഗ് SL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് താഴെ SL ഇട്ടവരെ എല്ലാവരും എക്സിറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിൽ തന്നെ വന്നു നിന്നു. അപ്പം ഈ ഒരു നല്ല വോളിയം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റീജിയനിൽ തന്നെ എൻട്രി എടുക്കാം. ഏകദേശം ഇത്രയും താഴെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു മീഡിയം റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക്, ഓയിൽ എൻജിൻ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്തിരുന്നു, വീണ്ടും ആ ഒരു റീജിയനിലേക്ക് വന്നു. അത് ഒരു 2017-18 കാലയളവിലായിരുന്നു ആ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. അപ്പോൾ വീക്കിലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. വീക്കിലിൽ എന്താണ് നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ. അപ്പം ഈ ഒരു റേഞ്ച് ബൗണ്ടിന് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രെങ്ത് കിട്ടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയും അത് ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെ രണ്ട് സിനാരിയോസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും സ്ട്രെങ്ത് കിട്ടും നല്ല വോളിയത്തോട് കൂടിയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഈ മുകളിലത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളൊന്ന് ഡ്രോ ചെയ്ത് വെക്കുക. ഹൊറിസോണ്ടൽ ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസും ഒക്കെ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ, അപ്പോൾ ഇവിടെ എൻട്രി എടുക്കാറായിട്ടില്ല, അവിടെ ബ്രേക്ക് ഔട്ട് തരുവാണ് നല്ല വോളിയത്തോട് കൂടിയെങ്കിൽ ഡെയിലി ക്യാൻഡിലാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ആ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ഒരു ക്ലോസിംഗ് വരുവാണെങ്കിൽ അവിടെ നമുക്ക് എക്സിറ്റ് ആവും. ഇവിടെ നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റോക്കാണ് കോൾട്ടെ പാട്ടീൽ ഡെവലപ്പേഴ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ നല്ല റെസിസ്റ്റൻസ് എടുത്തിരുന്നു, വീണ്ടും ഏകദേശം ഈ ഒരു റീജിയനിലേക്ക് വന്നു, വീണ്ടും വന്നു. അതിനുശേഷം ഈ ഒരു റീജിയണിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിന് മുകളിൽ പതുക്കെ പ്രൈസ് സർവൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അവിടെ പ്രൈസ് സർവൈവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഡെയിലിയിലോട്ടൊന്ന് പോകാം. ഇപ്പോൾ ഡെയിലിയിൽ എന്താണ് സംഭവിച്ചത്? ഡെയിലിയിൽ ക്ലിയർ ആയിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഈ ഒരു അപ് ട്രെൻഡ് അപ്സൈഡ് മൂവ്മെൻറ്റും, അതിനുശേഷം ഒരു കറക്ഷൻ, ആ കറക്ഷന് ശേഷം ക്ലിയർ ആയിട്ട് നല്ലൊരു ഈ ഒരു ഹൈയും കട്ട് ചെയ്ത് മുകളിൽ കയറുന്നുണ്ട്. അത്യാവശ്യം വോളിയവും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ വീണ്ടും ഒരു ഡെയിലി ക്യാൻഡിലും കൂടെ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് ഒരു ഡെയിലിയിലും വീക്കിലും ക്ലോസിങ് തന്നിട്ടുണ്ട്. അപ്പം അതിന് താഴോട്ടാണോ നെക്സ്റ്റ് ഡേയിലേക്ക് വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് ഈ ഒരു സ്റ്റോക്കിൽ. കാരണം ഇത് നമ്മൾ ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ഔട്ട് തരുന്നത്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് ഡേയിൽ പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്.
സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാനാണെങ്കിൽ അതിന് നല്ലൊരു അവസരമുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയി കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അത് പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ലൈവായിട്ട് എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്കാണ് ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്. സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ കണ്ടു. അതിനുശേഷം ഈ ഒരു ലെവല് ഇതിനൊക്കെ മുകളിൽ നമുക്ക് നല്ല സ്ട്രെങ്തോടു കൂടി നല്ല വോളിയത്തോടു കൂടി സർവൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ അതൊരു ബ്രേക്കൗട്ട് ഈ ഒരു റീജിയൻസിനൊക്കെ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് മുകളിൽ ഒരു റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട് ഏകദേശം 370 റീജിയണിൽ. അപ്പോൾ ഇപ്പം കറൻലി 342 ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഈ ഒരു റീജിയണിൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എവിടെയാണ്? ഈ ഒരു വീക്കിലി ക്യാൻഡിലെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു പക്ഷേ ഇത് വീണ്ടും ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം അത് ബ്രേക്കൗട്ട് ഒറിജിനൽ ആണെങ്കിൽ വളരെ വലിയൊരു ടാർഗറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഓൾറെഡി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് കോഴ്സ് നിങ്ങൾക്ക് ലഭിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.